കോഴിക്കോട് കോർപ്പറേഷനിലെയും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും ഭരണം സംബന്ധിച്ച കാര്യത്തിൽ ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിയെ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ്. പ്രധാനമായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ 14-14 എന്ന രീതിയിലാണ് UDF നേടിയ 28 സീറ്റുകളിൽ 14 മുസ്ലിം ലീഗും ഒപ്പം തന്നെ 14 കോൺഗ്രസും എന്ന രീതിയിൽ തുല്യമായ നിലയിലാണ്. അതുകൊണ്ട് മേയർ സ്ഥാനാർത്ഥി ആർക്ക് എന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അത് ലീഗ് ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുഖദാർ വാർഡിൽ നിന്ന് 3081 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിന് വിജയിച്ച TPM ജിഷാൻ, മുഖദാർ വാർഡ് LDFിൽ നിന്നും അദ്ദേഹം തിരിച്ചുപിടിച്ചതാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. സ്വാഭാവികമായും TPM ജിഷാനെയായിരിക്കും മേയർ സ്ഥാനാർത്ഥി ലീഗ് ഉയർത്തിക്കാട്ടുക. അതല്ല, കോൺഗ്രസിന് വിട്ടു നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മീഞ്ചന്ത വാർഡിൽ നിലവിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിനെ അട്ടിമറിച്ചുകൊണ്ട് വിജയം നേടിയ SK അബൂബക്കറിനെയോ അല്ലെങ്കിൽ ഈ നിലവിൽ ഉണ്ടായിരുന്ന കൗൺസിലിൻ്റെ പ്രതിപക്ഷ നേതാവും പാർലമെൻ്ററി പാർട്ടി ലീഡറുമായിട്ടുള്ള KC ശോഭിതയുടെ പേരുമൊക്കെയാണ് ഉയർന്നു വരുന്നത്. അതിൽ SK അബൂബക്കറിൻ്റെ പേരിനായിരിക്കും ഒരുപക്ഷെ മുൻതൂക്കം ലഭിക്കുക കോൺഗ്രസ് ആണെങ്കിൽ. ഇതിൽ ആര്, കോൺഗ്രസ് ആണോ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അല്ല ലീഗാണോ എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിലായിരിക്കും കാര്യങ്ങൾ വ്യക്തമാകുക. കാരണം തുല്യ നിലയാണ് കോൺഗ്രസും ലീഗും കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് വെച്ച് പുലർത്തിയിരിക്കുന്നത്. 14-14 എന്ന രീതിയിലാണ് വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് മേയർ സ്ഥാനത്തേക്ക് UDF മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള കാര്യം കോഴിക്കോട് DCC അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ലീഗ് കോൺഗ്രസിനെ തന്നെ അനുവദിക്കാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. പകരം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഫാത്തിമ തഹലിയ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കുറ്റിച്ചിറയിൽ നിന്നും ചരിത്ര വിജയം നേടിയ ഫാത്തിമ തഹലിയയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ UDFിനാണ് ഭരണം ലഭിച്ചിരിക്കുന്നത്. പുതുതായി UDFിനാണ് ഭരണം ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി UDFിൻ്റെ ഭരണസമിതിയാണ് അധികാരത്തിൽ വരേണ്ടത്. ആകെയുള്ള 28 സീറ്റുകളിൽ 15 UDF, ഒരു RMP ഉൾപ്പെടെ 15 UDF, ഒപ്പം തന്നെ 13 LDF എന്ന നിലയിലാണ്. ഇക്കാര്യത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അത് കോൺഗ്രസിനായിരിക്കും. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ മില്ലി മോഹൻ കൊട്ടാരത്തിൽ കോടഞ്ചേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച മില്ലി മോഹൻ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ പയ്യോളി അങ്ങാടിയിൽ നിന്നും വിജയിച്ചു വന്ന PC ഷീബയോ ഒക്കെ ആയിരിക്കും. കാരണം വനിതാ സംവരണമാണ് ഇത്തവണ. അതുകൊണ്ട് ഈ 2 വനിതാ നേതാക്കളിൽ ആരെങ്കിലും ഒരാളായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിനപ്പുറത്തുള്ള പേരുകളും ചർച്ചയിൽ ഉയർന്നു വരാം. ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്വാഭാവികമായും മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട ഒരു ഇതാണ്. സ്വാഭാവികമായും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് കോൺഗ്രസ് വിട്ടു നൽകുകയും ചെയ്യും. കാരണം നിലവിൽ ഈ 15 UDFിൻ്റെ 15 സീറ്റുകളിൽ ഒന്ന് പ്രധാനമായും 8 കോൺഗ്രസ്, 6 മുസ്ലിം ലീഗ്, ഒരു RMP എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നാദാപുരം ഡിവിഷനിൽ നിന്ന് വിജയിച്ചിട്ടുള്ള KK നവാസ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ലെങ്കിൽ നേരത്തെ യൂത്ത് MSFിൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയി വന്ന PG മുഹമ്മദ്, അദ്ദേഹം ഇത്തവണ വിജയിച്ചിട്ടുണ്ട്. PG മുഹമ്മദ് വിജയിച്ചിട്ടുണ്ട്. PG മുഹമ്മദ് താമരശ്ശേരി ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. ആ PG മുഹമ്മദിൻ്റെ പേരായിരിക്കും മറ്റൊരു രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുക. ഇനി യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന രീതിയിൽ വന്നാൽ PG മുഹമ്മദോ അല്ലെങ്കിൽ മിസ്ഹബ് കീഴരിയോരോ പോലും വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ 2 പേരിലാണ്, KK നവാസിലും PG മുഹമ്മദിലുമാണ് പ്രധാനമായും പേരുകൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വയ്ക്കാൻ ലീഗ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇന്ന് ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൻ്റെയും ഒപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ചും ഒക്കെ നടക്കുകയാണ്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ അംഗങ്ങൾ ഏത് രീതിയിൽ വോട്ട് ചെയ്യുമെന്നതിന് അനുസരിച്ചിരിക്കും ഇത്തവണത്തെ മേയർ ആരായിരിക്കുമെന്നത് സംബന്ധിച്ച ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുക. CPIMൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ഇന്നലെ CPIMൻ്റെ ആലോചിക്കാൻ വേണ്ടി CPIM സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. എന്നാൽ ധാരണയാവാത്തതിനാൽ ആദ്യം കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നും, അതായത് കോർപ്പറേഷൻ തലത്തിൽ ചർച്ച നടത്തി അത് ഒരു പേരിലേക്ക് വന്ന് പിന്നീട് അത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകാരം കൊടുക്കുന്ന രീതിയിലായിരിക്കും. അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോടുകൂടിയായിരിക്കും CPIM LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെയും അത്തരത്തിലായിരിക്കും നിശ്ചയിക്കുക. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഇരുമുന്നണികളും ഈ
തെരഞ്ഞെടുപ്പുകളിലൊക്കെ വയ്ക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി 13 സീറ്റുകൾ മാത്രമാണെങ്കിലും ഒരുപക്ഷെ പി ശാരദയുടെ പേര് LDF മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതകളുമുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.